സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരു ആക്ഷേപവും അതിനെ തുടർന്ന് ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസിനെ കുറിച്ചുമാണ്. കലോത്സവ റിപ്പോർട്ടിംഗ് മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങളുടെ പുതിയ കാലത്തെ റിപ്പോർട്ടിംഗ് രീതികളെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. റിപ്പോർട്ടിംഗ് ആണോ, അഭിപ്രായ പ്രകടനമാണോ നടക്കുന്നത് എന്നുള്ള സംശയം പല ഘട്ടത്തിലും ഉയരുന്നുണ്ട്. ഒരു സംഭവത്തെ അതിനർഹിക്കുന്ന ഗൗരവത്തിനപ്പുറം വളർത്തി വലുതാക്കുന്നൊരു പ്രവണത നിലനിൽക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. വസ്തുതയുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് എടുത്തു ചാടുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ മാധ്യമങ്ങളെ സംബന്ധിച്ചും മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഒക്കെ ഉയരുന്നുണ്ട്. ഈ ആക്ഷേപങ്ങൾക്കൊക്കെ അടിസ്ഥാനമുണ്ട് എന്നുള്ള വസ്തുതയും അവിടെയുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ റിപ്പോർട്ടിങ്ങിനിടെ ഒരു റിപ്പോർട്ടർ ടെലിവിഷൻ ചാനലിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകൻ ഒപ്പന ടീമിൽ അംഗമായിരുന്ന ഒരു പെൺകുട്ടിയോട് പ്രണയം നടിക്കുന്നതായി അഭിനയിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ റിപ്പോർട്ടിനെ ശ്ലാഘിക്കുകയോ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുകയോ ചെയ്യുന്ന വിധത്തിൽ എഡിറ്റോറിയൽ തലത്തിലെ മുതിർന്ന അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന അവിടുത്തെ കൺസൾട്ടിംഗ് എഡിറ്ററായ അനിൽകുമാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇരുന്നുകൊണ്ട് ഇതിനെ അംഗീകരിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും ആ സംസാരത്തിനിടയിൽ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്തു എന്നുള്ള ആക്ഷേപമായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം ബാലാവകാശ കമ്മീഷൻ വിശദീകരണം ചോദിച്ചു. ഇപ്പോൾ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുമുണ്ട്. നമുക്ക് ആദ്യം അന്വേഷിക്കാനുള്ളത്, ഇത് രണ്ട് തരത്തിലുള്ള ആർഗ്യുമെൻ്റ് ഇതിലുണ്ട്. ഇതെന്താ എത്ര വലിയ കാര്യം? അത് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു നാടകീയത സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യം എന്നതിനപ്പുറത്ത് ഗൗരവത്തിലെടുക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. എനിക്ക് കെ ജെ ജേക്കബിനോട് ആദ്യം ചോദിക്കാനുള്ളത് അതാണ്. നമ്മൾ ഈ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഈ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും ഒരു അമിതമായ പ്രാധാന്യം നൽകുകയും അമിതമായ ഗൗരവം നൽകുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തർക്കങ്ങളും ഈ കേസും ഒക്കെ എന്നുള്ള ആക്ഷേപമുണ്ട്. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? രാജീവ്, ഞാൻ ഈ സത്യത്തിൽ ഈ വാർത്ത ഇത് ലൈവായിട്ട് പോകുമ്പോൾ കണ്ട ആളല്ല. പക്ഷെ ഈ വാർത്ത പോയി എനിക്ക് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഒരു 2-3 പേര് എനിക്ക് വാർത്തയുടെ ക്ലിപ്പ് അയച്ചു തന്നിട്ട് എന്ത് മര്യാദകേടാണ് എന്ന് പറഞ്ഞ് അതോടുകൂടി അങ്ങനെയാണ് അവർ എനിക്കതായി. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഇതിലൊരു മര്യാദകേടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ജേർണലിസ്റ്റ് ആവണമെന്നില്ല. എനിക്ക് അയച്ചു തന്ന ആൾക്കാർ ആരും ജേർണലിസ്റ്റുകളല്ല. എൻ്റെ സുഹൃത്തുക്കളായ മനുഷ്യർ, സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരെയും ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത, പക്ഷേ ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളായ മനുഷ്യർ എനിക്ക് ഇതിൻ്റെ ക്ലിപ്പ് അയച്ചു തന്നിട്ട് പറഞ്ഞു, എന്തൊരു മര്യാദകേടാണ്, നിങ്ങൾ എവിടെ വരെയാണ് പോകുന്നത് കേരളത്തിലെ മാധ്യമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അട്ടർ ഡിസ്ഡെയിൻ ആണ് അതിൻ്റെ അകത്ത് അവർ റിഫ്ലക്റ്റ് ചെയ്തത്. അപ്പം അതാണ് അതിൻ്റെ പ്രശ്നം. അതിലൊരു വലിയ മര്യാദകേടുണ്ട്. ഈ മാതിരിയുള്ള റിപ്പോർട്ടിങ്ങിൽ ഒരു വലിയ മര്യാദകേടുണ്ട് എന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. സമൂഹത്തിൽ സാധാരണഗതിയിൽ നടക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയപരമായ റെഫറൻസുകൾ നടത്തുമ്പോൾ ആൾക്കാർ ചീത്ത വിളിക്കുന്നത് ഒന്നുണ്ട്. അത് നടക്കും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. പക്ഷെ ഇതങ്ങനെയല്ല. ഇതൊരു ചെറിയ പെൺകുട്ടിയോട് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുക? അങ്ങനെയൊക്കെയായിരുന്നു എന്നോട് ആൾക്കാർ ചോദിച്ചത്. അങ്ങനെയാണ് ഞാൻ ഈ സാധനം കാണുന്നത് തന്നെ. അതാണ് രാജീവ് അതിൻ്റെ പ്രശ്നം. അതിൻ്റെ അകത്ത് മാധ്യമപ്രവർത്തകർ സമൂഹത്തിൽ സാധാരണ മനുഷ്യർക്കുള്ളതിനേക്കാൾ കൂടുതൽ സെൻസിബിലിറ്റിയും ഉണ്ടാകണം എന്ന്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് മാധ്യമപ്രവർത്തകൻ്റേത്. ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് അതാണ് ജേർണലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വസ്തുത, ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് ജേർണലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കർ, ഒരു ഡിഫറൻഷിയേറ്റർ. അതല്ലെങ്കിൽ എല്ലാ വർത്തമാനം പറയുന്ന എല്ലാവരും ജേർണലിസ്റ്റുകളാവില്ല. അങ്ങനെയല്ലത്. അതൊരു പ്രൊഫഷൻ ആകുന്നത് അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജേർണലിസ്റ്റുകൾക്ക് അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിന് അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നു എന്നുള്ളത് കൂടിയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു അട്ടർ ജേർണലിസ്റ്റിക് ഫെയിലിയർ എന്ന് ഞാൻ പറയും. വാട്ട് എവർ ദാറ്റ് ദേ ഹാവ് ഡൺ, വെദർ ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ് ഓർ നോട്ട് ഈസ് ടു ബി ഡിസൈഡ്, അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ അത് ജേർണലിസ്റ്റിക് സെൻസിബിലിറ്റിക്ക് അപ്പുറത്താണ് എന്ന് പറയാൻ യാതൊരു മടി എനിക്കില്ല.